ആ ഹദീസ് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യണമെന്ന് നമ്മുടെ ഇമാമികൾ പഠിപ്പിക്കുകയാ. ഇമാം നവവി പഠിപ്പിക്കുകയാണ്, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മറ്റു ഇമാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആഹാ, അതിനെ തോട്ടിലേക്ക് എറിയണമെന്ന, അത് വാറോലയാണെന്ന് പറയണമെന്ന, അതിനെ ചവറ്റു കൊട്ടയിലേക്ക് തള്ളിയിടണമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നവന്റെ നാവിനെ അല്ലാഹു തആല പിടിച്ചെന്താക്കും? നരകത്തിലിട്ടുകൊണ്ട് ചൂടാക്കൂലേ? നരകത്തിലിട്ടുകൊണ്ട് കരിച്ചു കളയില്ലേ? നരകത്തിലിട്ടുകൊണ്ട് പടച്ച തമ്പുരാന് കിരാതമായ ശിക്ഷ കൊണ്ട് പരീക്ഷിക്കില്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ദീർഘമായി പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? ഇതൊക്കെ നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന കിതാബുകളുടെ ഉദ്ധരണികള്, അതിലുള്ള വാചകങ്ങള്, എന്റെ മനസ്സിൽ ഓർമ്മ വന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ചോദിച്ചോളൂ, നിങ്ങൾ എപ്പോ ഈ ഉസ്താദ് ഈ പറഞ്ഞ കാര്യം എവിടെയുള്ളത് ചോദിച്ചോളൂ. ഞാൻ ആ കിതാബ് എടുത്തിട്ട് പറഞ്ഞു, ആ നടുത്ത കിതാബൊന്നും തൽഖീനിന്റെ വിഷയം സമഗ്രമായി, സമ്പൂർണമായി, സംശയരഹിതമായി വിശദീകരിക്കുന്ന ഭാഗം ഞാൻ ഈ കിതാബ് വെച്ചുകൊണ്ട് പറയും. ഇതേതാ കിതാബ്? ഇത് എന്റെ കുടിക്കാരുണ്ടാക്കിയ കിതാബല്ല, അല്ലെങ്കിൽ എന്റെ പ്രസിൽ നിന്ന് ഞാനുണ്ടാക്കിയതല്ല, മറിച്ച് ഇത് മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ലാഹ്, ലോകം അത്യധികം പ്രശംസിച്ച മഹാൻ, ബഹുമാനപ്പെട്ടവരുടെ കിതാബുൽ അദ്കാർ എന്ന ഗ്രന്ഥമാണ്. എനിക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. സമയക്കുറവിനാൽ ഞാൻ അതിന്റെ ഉദ്ധരണികളെ ഇവിടെ വായിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും കടന്നു വരാം, ചോദിക്കാം, സംശയങ്ങൾ ഉന്നയിക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാം, വിമർശിക്കാം, എന്തുമാവാം, കടന്നു വരാം. സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞാ പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നത്തെ പരിപാടിയാണ് തസ്ബീത്ത്. പിന്നെയുള്ള പരിപാടിയാണ് തസ്ബീത്ത്. ആ തസ്ബീത്ത് നമ്മളെ നാട്ടിൽ എന്ന് തുടങ്ങിയതാ? ഞാൻ ജനിക്കുന്നതിന് മുമ്പുണ്ട്. ഇവിടെയുള്ള ഏറ്റവും പ്രായമായ ഉസ്താദ് ജനിക്കുന്നതിന് മുമ്പുണ്ട്. ആ സദസ്സിലിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമായവർ ജനിക്കുന്നതിന് മുമ്പുണ്ട് തസ്ബീത്ത്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, ഈ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ എന്റെ സംസാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ ജനിക്കുന്നതിന് മുമ്പ് ആ തസ്ബീത്ത് ഉണ്ട്. ഏതാണ് ആ തസ്ബീത്ത്? തന്നെ എല്ലാം കഴിഞ്ഞാൽ പിന്നീട് മൂട് തട്ടിപ്പോകുക. ചില ആൾക്കാരുണ്ട്, എന്താ അറിയോ, മൂടുകല്ല് വെച്ചതിന് ശേഷം മീസാൻ കല്ല് വെക്കുന്നതിന്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പിന്, ആ ഗ്യാപ്പിന് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇന്ന സുആൽ വഅൽഹിംഹുൽ ജവാബ് വജാഫിൽ ഖബ്റ അൻ ജംബി അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇങ്ങനെ ഒരാൾ ചൊല്ലി കൊടുക്കും, അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഏറ്റു ചൊല്ലും. അങ്ങനെ ചെല്ലണ്ടാന്ന് നമ്മൾ പറയുന്നില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പറയുന്നത് എന്താ? സമസ്ത കേരള ജംഇയ്യത്തുലുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ? സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മരണം മുതൽ ഖബറിൽ വെക്കുമ്പോഴും അത് കഴിഞ്ഞതിന് ശേഷവും ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ പിൻഗാമികളും ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണേ. അതിൽ ഒറ്റക്കുള്ള ദുആയുമാവാം, കൂട്ടമായ ദുആയാവാം, ഒരാളുടെ കയ്യിൽ ആമീൻ പറഞ്ഞുകൊണ്ട് കൂട്ടി ചേരുന്ന ദുആയുമാവാം. ഏതാണെങ്കിലും അതെല്ലാം തന്നെ ചെയ്യേണ്ടതാണ്. ആ മനുഷ്യനെ പരലോകത്ത് രക്ഷപ്പെടുത്തുവാൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ മുന്നോട്ട് വരേണ്ടതാണ്. നിലയ്ക്ക് നമുക്കത് തെറ്റല്ല, നാം അതിനെ എതിർക്കില്ല. പക്ഷെ മുജാഹിദുകൾക്ക് എന്താ തെളിവ്? സുന്നികളെ തൽഖീനിനെ നീ പറയുന്നത് സ്ത്രീകൾക്ക് മനസ്സിലാവോ? ഈ കബറിങ്ങ നടക്കുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് മനസ്സിലാവൂലേ? മനസ്സിലാവും. അവരതിൽ പങ്കെടുക്കാറില്ലെങ്കിലും പറയുന്നത് അവർക്ക് മനസ്സിലാവും. ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഞാൻ പറയട്ടെ, സുന്നികളുടെ തൽഖീനിനെ, ആ തൽഖീനിനെ കുഴിച്ചുമൂടി, സുന്നികളുടെ തൽഖീനിനെ കുഴിച്ചുമൂടിക്കൊണ്ട് തസ്ബീത്തിനെ കൊണ്ടുവന്നവരാണ് ഞങ്ങൾ എന്നാണല്ലോ അവർ പറയാറുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന തസ്ബീത്തിന് എന്താ തെളിവ്?
ഇത് നമ്മൾ സംവാദങ്ങളിൽ ചോദിച്ചു, ഖണ്ഡനങ്ങളിൽ ചോദിച്ചു, മുഖാമുഖങ്ങളിൽ ചോദിച്ചു, പല വേദികളിൽ ചോദിച്ചു. ഇപ്പൊ ജിന്ന് മുജാഹിദുകൾ എന്ന് പറയുന്ന നമ്മുടെ മുജാഹിദുകളുടെ ജിന്നിനോട് എന്താ ജിന്ന് മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല. ഇതാണ് അവരുടെ വാദം. ഹയ്യും ഹാദിറും ഖാദിറുമായ ഇപ്പൊ ഇവിടൊക്കെ പരിസരത്ത് ഇവിടൊക്കെ ഉണ്ടാകാവുന്ന ജിന്നുകളില്ലേ? ജീവനുള്ള ആസന്നമായ വല്ലതും ചെയ്തു തരാൻ കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ജിന്നിനോട് എന്നെ സഹായിക്കണേ, ഹെൽപ്പ് ചെയ്യണേ, പ്ലീസ് ഹെൽപ്പ് മീ യാ ജിൻ, ഓ ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല. പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല. ഇത് പറയുമ്പോൾ ജിന്നിന്റെ മുജാഹിദിന്റെ ആൾക്കാർ പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പ്രാർത്ഥന എല്ലാം ശിർക്ക് തന്നെ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നുള്ളതിൽ ഇസ്തിആനത്ത് എന്തോ ആണോ ആ പ്രാർത്ഥനയെല്ലാം ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അവരുടെ മനസ്സിലിങ്ങനെ എന്താ പറയാ പ്രതികരണത്തിന്റെ ആന്തോളനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മഹാന്മാരായ ഔലിയാക്കളോട് സഹായം അപേക്ഷിക്കുന്നത്, ശഫാഅത്ത് ചോദിക്കുന്നത് അത് പ്രാർത്ഥനയാണ് ശിർക്കാണ് എന്ന്, പ്രാർത്ഥനയാണ് ശിർക്കാണ് എന്ന് രായ്ക്കുരാമാനം വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുന്നത്? സഹായനേട്ടം ശിർക്കല്ല എന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങൾ അതിനെപ്പറ്റി പ്രാർത്ഥന ശിർക്കല്ല എന്ന് നിങ്ങൾ പറയുന്നു എന്ന് ഞങ്ങൾ പറയുന്നു. എന്താ ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമല്ലേ? ഞങ്ങളതിനെപ്പറ്റി നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുമ്പോ നിങ്ങളിനെ പറ്റി ഞങ്ങളും പ്രാർത്ഥന എന്ന് പറയും. അങ്ങനെ വിടൂല. ഞങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഇസ്ലാമിക സമൂഹവികാരം അത്രയും അനുവർത്തിച്ച ഒരു ആചാരത്തെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥന എന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് പൊതുജനത്തെ കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താ ഞങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞതാ? ഞങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ പരിപാടിയൊന്നും നടക്കൂല. അപ്പൊ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് പറയുന്ന ജിന്ന് മുജാഹിദുകൾ, ആ ജിന്ന് മുജാഹിദുകളുടെ സംസ്ഥാന നേതാക്കന്മാരുണ്ടോ അല്ലേ എന്നുള്ളത് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തു. അപ്പൊ ജിന്ന് മുജാഹിദുകൾക്ക് നേതാക്കളില്ല എന്നുള്ളിടത്തേക്കാണ് നതീജ എത്തിക്കൊണ്ടിരിക്കുന്നത്, റിസൾട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അവരുടെ പ്രാസംഗികർ, നേതാക്കൾ നമ്മൾ പറയുന്നില്ല, അവരുടെ പ്രാസംഗികർ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? ആ തസ്ബീത്ത് തെറ്റാണ്. തസ്ബീത്ത് മൂടുകല്ല് വെച്ച് മീസാൻ കല്ല് വെക്കുന്നതിന് മുമ്പ് ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവർ വട്ടമളഞ്ഞ് ചേറ്റു ചൊല്ലുന്ന തസ്ബീത്തില്ലേ, اللهم ثبته عند السؤال وألهمه الجواب وجاف القبر عن جنبه اللهم آمنه من كل فزع اللهم اغفر له وارحمه എന്ന് ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഏറ്റു ചൊല്ലുന്ന മുജാഹിദുകൾ അത് ചെയ്യുന്നു, സുന്നികൾ ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു. ആ പണിയുണ്ടല്ലോ അത് തെറ്റാണ്, കടുത്ത ബിദ്അത്താണ്. അത് ചെയ്യുന്നവരെല്ലാവരും നരകത്തിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രൂപത്തില് കഴിഞ്ഞ 11-ാം തീയതി മലപ്പുറം ജില്ലയിലുള്ള പഴക്കാട്ടിരി പഞ്ചായത്തിലുള്ള മണ്ണുംകുളത്ത് വെച്ചുകൊണ്ട് അവരുടെ കവല പ്രാസംഗികനായ ഹാരിസ് കായക്കൊടി എന്ന് പറയുന്ന മനുഷ്യനിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാര്യങ്ങൾ എങ്ങട്ടാ പോകുന്നത് എന്ന് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ തൽഖീൻ ചൊല്ലിയതിനു ശേഷം മയ്യത്തിന് വേണ്ടി, മയ്യത്തിന്റെ പാപമോചനത്തിന് വേണ്ടി മയ്യത്തിന് മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം തോന്നിപ്പിക്കുവാൻ വേണ്ടി അതാ ദുആ ചെയ്യുന്നു. ബാക്കിയുള്ളവരതാ ആമീൻ പറയുന്നു. അതാ തസ്ബീഹ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഹദീസ് എന്താ? അല്ലാഹുവിന്റെ റസൂൽ കാന, നബി തങ്ങളായിരുന്നു, ഇദാ ഫറഗ മിനദ്ദഫനി, മറമാടി പൂർത്തിയായാൽ, മറമാടി പൂർത്തിയായാൽ യഖൂലു, ഇങ്ങനെ പറയുമായിരുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ മയ്യത്തിന് വേണ്ടി പാപമോചനം ചോദിക്കണേ, വസ്അലൂ ലഹു തസ്ബീത്ത്, തസ്ബീത്ത് ചോദിക്കണേ. ഇപ്പൊ മുജാഹിദുകളെ എവിടെ എത്തിയെന്നറിയോ? മറ്റേ പണി തെറ്റാന്ന് പറയുന്നിടത്തേക്ക് എത്തി. അത് ജിന്ന് മുജാഹിദുകളാണ് എത്തിയിട്ടുള്ളത്. അല്ലാത്ത മുജാഹിദുകൾ എന്ത് പ്രതികരിക്കുന്നു എന്ന് ഈ കേരളീയ സമൂഹം കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ,
എന്റെ മുഅ്മിനാത്തുകളെ, ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു കാര്യം പറയട്ടെ. മഹാനായ അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ശഫാഅത്ത് എനിക്കൊന്നു നൽകണേ എന്ന അർത്ഥത്തിൽ മങ്കൂസ് മൗലിദിൽ നമ്മൾ പറയാറില്ലേ? എന്താ പറയാറുള്ളത്? ശഫാഅത്ത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇദ്ദാഅ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. എന്നതിനർത്ഥം, നബിയേ, നാളെ പരലോകത്ത് അവിടുത്തെ ശഫാഅത്ത് അവിടുന്ന് എനിക്ക് കനിഞ്ഞു നൽകണേ നബിയേ. മുശ്രിക്കായോ? മുശ്രിക്കായോ? ഇത് പറയുമ്പോ ഇവര് പറയും, ഞങ്ങൾ മുശ്രിക്കുന്നു നിങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു ഞങ്ങൾ പറയുന്നുള്ളൂ. എന്ത് പറഞ്ഞിട്ടില്ല? മുശ്രിക്കിനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാഫിറിനൊന്നും ഞങ്ങൾ പറയാറില്ല. എന്നാ കേട്ടോ, ഇത് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇവർ പറയുന്നൊരു അടവാണ്. ഞങ്ങൾ സുന്നികളെ കാഫിറെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സുന്നികളെ കാഫിറെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ സുന്നികളെ പറ്റി അവർ ചെയ്യുന്നത് ശിർക്കാണെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സുന്നികൾ കാഫിറാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് 100% തെറ്റാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ഇസ്ലാഹ് മാസികയുണ്ട്. ആ ഇസ്ലാഹ് മാസികയിൽ കൃത്യമായിട്ട് തന്നെ അവര് കൃത്യമായി പറയുന്നുണ്ട്, മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് വിളിക്കുന്നവൻ കാഫിറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖെ മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ജിന്ന് മുജാഹിദീന്റെ ഔദ്യോഗിക പാക്ഷികമാണ്. ഇതിന്റെ പേര് ഇസ്ലാഹ് മാസിക എന്നാണ്. ഇതിന്റെ 40ാമത്തെ പേജിൽ ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് ഇതിലുള്ളത് എന്നറിയോ? എന്താ ഇതിൽ പറയുന്നത്? സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഹ്യിദ്ദീൻ ശൈഖെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. എന്താ പറഞ്ഞത്? കാഫിറായി പോകും. ഇത് എഴുതിയത് ജിന്ന് മുജാഹിദുകളാണെങ്കിൽ മറ്റേ മുജാഹിദുകൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കണ്ട. ഇത് ജിന്ന് മുജാഹിദുകൾ എവിടുന്നാ ഉദ്ധരിക്കുന്നത്? 1971 ഓഗസ്റ്റ് മാസത്തിലെ സൽസബീൽ എന്ന് പറയുന്ന സകല മുജാഹിദുകളുടെയും ആചാര്യന്മാരുടെ ആചാര്യനായ സാക്ഷാൽ കെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീലിന്റെ 70ാമത്തെ പേജിലാണ് ഇതെഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ മുജാഹിദും എല്ലാ മുജാഹിദും ബാധകമാണ്. സ്വന്തം ബാപ്പാനെ കറാക്കുന്നവൻ, സ്വന്തം വല്ലിപ്പാനെ കാഫിറാക്കുന്നവൻ, സ്വന്തം അമ്മാനെ നാടുറോട്ടിൽ വ്യഭിചരിച്ചാലും അത്ര കുഴപ്പമില്ല മോനെ. ഞങ്ങള് സുന്നിയാളെ ശകാരിച്ചിട്ടില്ല, ഞങ്ങള് ചീത്ത പറഞ്ഞിട്ടില്ല, ഞങ്ങള് അനാവശ്യം പറഞ്ഞിട്ടില്ല എന്നൊക്കെ അവര് പറയും. എന്നാ കേട്ടോ, കാഫിറാക്കുന്ന പരിപാടി ഉണ്ടല്ലോ. സ്വന്തം ഉമ്മാനെ നടുറോട്ടിലിട്ട് വ്യഭിചരിക്കുന്നത് പോലും
ഒരു പക്ഷേ അത്രത്തോളം വരില്ല. അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നതെന്താ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഒരു സ്വഹാബി വരുന്നു. സ്വഹാബി വന്നുകൊണ്ട് പറയുന്നു, നബിയേ ഇജ്അൽനി അസ്അലുക അൻ തജ്അലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ. നബിയേ, നാളെ പരലോകത്ത് അങ്ങ് ശുപാർശ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിൽ അങ്ങ് ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സാധുവായ എന്നെയും പെടുത്തേണമേ നബിയേ എന്ന് ഒരു സ്വഹാബി ഒന്ന് പറയാം. ഒരു സ്വഹാബി ഒന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്. ഹദീസിനൊരു കുഴപ്പമില്ല. പേരാമ്പ്ര സംവാദത്തിൽ ഞങ്ങൾ ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്നും പറയാനില്ല. ആ ഹദീസിന് മറുപടി ഉണ്ടോ അതും പറയാൻ കഴിയുന്നില്ല. ആകെ കടന്നിങ്ങനെ ബരക. ഇനി 24-ാം തീയതി സംവാദം വരുന്നുണ്ട് കണ്ണൂര്. നിങ്ങളെല്ലാവരും കേൾക്കണം. അതീതിയമാനി അറിഞ്ഞില്ല. 24-ാം തീയതി ഒരു സംവാദം വരുന്നുണ്ട്. അത് പബ്ലിക് സംവാദം എന്നാണ് രേഖകളിലുള്ളത്. എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് അതിന്റെ സംഘാടകർ തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ ആ സംവാദം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, അതിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, അതിൽ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അതിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും അങ്ങനെ ആ ക്ലാസ് റൂമിൽ നിങ്ങൾ നിത്യ സന്ദർശകരാവുകയും 24 മണിക്കൂറും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ദീനിന്റെ വിവരങ്ങളിൽ പങ്കെടുക്കുകയും അതിന് സാധിക്കാത്തവർ അവരുടെ മൊബൈലുകളിൽ നെറ്റിന്റെ കണക്ഷൻ എടുത്തതിന് ശേഷം അതും ഇതും സിനിമയും മറ്റും കാണുന്നതിന് പകരം മറിച്ച് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ അതറിയുന്നവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്തിപ്പിച്ചുകൊണ്ട് അത് റേഡിയോ വഴി നിങ്ങൾ കേൾക്കണേ, സംവാദങ്ങൾ കേൾക്കണേ, ചർച്ചകൾ കേൾക്കണേ, തജ്വീദിന്റെ നിയമങ്ങൾ പഠിക്കണേ, ഇസ്ലാമിന്റെ അഖീദകൾ പഠിക്കണേ, ലോകത്തെ വർത്തമാനങ്ങൾ അറിയണേ, വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ശബ്ദങ്ങൾ കേൾക്കണേ. എല്ലാത്തിനും സൗകര്യമുണ്ട്. 24 മണിക്കൂറും സൗകര്യ. നമ്മളൊക്കെ ആ ക്ലാസ് റൂമില് സജീവ പ്രവർത്തകന്മാരാ. നിങ്ങൾക്ക് എന്തും ചോദിക്കാനുള്ള അവസരമുണ്ട് അവിടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ ചായ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ വന്നു കണ്ട് മൈക്കെടുത്തുകൊണ്ട് ചോദിച്ചാൽ അങ്ങ് മലപ്പുറത്തുള്ള ഞാനായിരിക്കും ഒരു പക്ഷേ മറുപടി പറയുക. അതല്ലെങ്കിൽ ദുബായിലുള്ള എന്റെ സഹോദരൻ സൽമാൻ അസീരി ആയിരിക്കും മറുപടി പറയുക. അതല്ലെങ്കിൽ ന്യൂസിലാൻഡിലുള്ള എന്റെ സഹോദരൻ ഹുദവിയായിരിക്കും മറുപടി പറയുക. അങ്ങനെ ആരെങ്കിലൊക്കെ ആയിട്ട് മറുപടി പറയുക. നല്ലൊരു സംവിധാനമാണ് ആ കാണുന്നത്, ചെറിയ സംവിധാനമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താ? അത് ശിർക്കാന്നാ പറഞ്ഞത്? അല്ല, അല്ലാഹുവിന്റെ റസൂല് പറയാണ്. ആദ്യൊരു ചോദ്യം, മൻ ദല്ലക അലാ ഹാദാ, മൻ അല്ലമക ബിഹാദാ, മൻ അമറക ബിഹാ. ആരാണ് നിന്നോടിത് പറഞ്ഞത്? ആരാണ് നിനക്കിത് അറിയിച്ചത്? ആരാണ് നിന്നോടിത് കൽപ്പിച്ചത്? ആ സഹാബി പറഞ്ഞ മറുപടി എന്താ അറിയോ? മാ അമറനി ബിഹാദാ അഹദുൻ ഇല്ലാ നഫ്സി. എന്നോടിത് ഞാൻ തന്നെ പറഞ്ഞതാണ്. എന്നാ അല്ലാഹുവിന്റെ റസൂൽ അത് ശിർക്കാന്ന് പറഞ്ഞാൽ ആറ്റാ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫഇന്നക മിമ്മൻ അശ്ഫഉ ലഹു യൗമൽ ഖിയാമ. നീ ഞാൻ പരലോകത്ത് വെച്ചുകൊണ്ട് നിനക്ക് ശുപാർശ ചെയ്യുന്നവരിൽ നീ ഉൾപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പരിപാടി ശിർക്കാണ്. മങ്കൂസ് മൗലിദിൽ അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ദാഅയാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങൾ പേരാമ്പ്ര സംവാദത്തിൽ, ആവള സംവാദത്തിൽ ഈ ഹദീസ് അവിടെ ഉന്നയിച്ചപ്പോൾ ആവള സംവാദത്തെ
ആവളിയിൽ ആവിയായ EK വിഭാഗം എന്ന പേരിൽ അവര് വിചിന്തനത്തിൽ 2-3-4 ലക്കം മറുപടി എഴുതി. ആവളയിൽ ആവിയായ EK വിഭാഗം. ഞാനത് വായിച്ചു, എന്റെ സുഹൃത്തുക്കൾ വായിച്ചു. ഞങ്ങൾ കൊടുത്ത ഹദീസുകളെ, ഞങ്ങൾ ഉന്നയിച്ച തെളിവുകളെ ഒരൊറ്റ ലക്കത്തിലും ചോദ്യം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഖിയാമത്ത് നാൾ വരെ സാധ്യവുമല്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഞാൻ മറ്റൊരു സംഭവം പറയുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകളാണല്ലോ ഈ സദസ്സിലുള്ളത്. നിങ്ങൾ സ്ത്രീകളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ അവിടെ നിന്ന് മറുപടി പറയണമെന്നല്ല പറയുന്നത്. എന്താ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ആമിനാബിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മളൊക്കെ പ്രസവിക്കണ മാതിരി ഒരു കുട്ടിനെ പ്രസവിച്ചു. ആ കുട്ടി സാധാരണ പോലെ വളർന്നു. അവിടെ ഇരിക്കുന്ന കുട്ടികളെ മാതിരി 40 വയസ്സായപ്പോ ഹിറാ ഗുഹയിൽ നിന്ന് ആ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും ചില ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തആല ജിബ്രീൽ മുഖാന്തരമാണ് കൊണ്ടേ ഏൽപ്പിച്ചു. അത് 23 കൊല്ലം ഭംഗിയായി, വളരെ വളരെ ഭംഗിയായി ലോകോത്തരമായ മാതൃകയിലൂടെ നിർവഹിച്ചു. അവിടുന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ ഈ 23 കൊല്ലത്തെ ശുഷ്കിച്ച ഒരു പ്രത്യേകത മാത്രമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതിനപ്പുറം റസൂലുള്ളാഹിക്ക് ഒന്നുമില്ല, അതിനപ്പുറം ഇപ്പുറം റസൂലുള്ളാഹിക്ക് ഒന്നുമില്ല എന്നാണോ നിങ്ങളുടെ കൽബിലുള്ളത്? എന്താ നിങ്ങളുടെ കൽബിലുള്ളത്? നിങ്ങളുടെ കൽബിൽ എന്താണുള്ളത്? നബിയുടെ ജന്മം മുതൽ 40 വയസ്സുവരെ, നബിയുടെ വഫാത്ത് മുതൽ ഇന്നേ വരെ, നബിയുടെ തിരുപ്പിറവിക്ക് മുമ്പുള്ള കാലാന്തരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന് ഒരു ഖുസൂസിയത്തുമില്ല, അല്ലാഹുവിന്റെ റസൂലിന് ഒരു സവിശേഷതയുമില്ല, അല്ലാഹുവിന്റെ റസൂലിന് ഒരു പ്രത്യേകതയുമില്ല, അല്ലാഹുവിന്റെ റസൂലിന് ഒരു അസാധാരണത്വവുമില്ല, അല്ലാഹുവിന്റെ റസൂലിന് ഒരു അമാനുഷികതയുമില്ല, അല്ലാഹുവിന്റെ റസൂലിന് ഒന്നുമില്ല എന്നാണോ നിങ്ങളുടെ വിശ്വാസം? എന്നാൽ തിരുത്തണം, നിർബന്ധമായും വഫാത്തിന് ശേഷം ഞാൻ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കാം. ആ ഹദീസ് ഇസ്ലാമിക സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ ഹദീസാണ്. നോണ പറയല്ല. നിങ്ങൾ പറഞ്ഞ ഹദീസ് എവിടെയാണുള്ളത്? എന്നോട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോൾ മുസ്ലിയാരെ അല്ലെങ്കിൽ മൗലവി അല്ലെങ്കിൽ ഉസ്താദെ വിളിക്കാം, അല്ലെങ്കിൽ ദാരിമി, ആ പറഞ്ഞ ഹദീസിന്റെ ബലാബലത്തിൽ ഇന്നാലിന്റെ പ്രശ്നങ്ങളുണ്ട് പറയാം. അവിടുന്ന് ഇവിടുന്ന് കുമ്പസരിക്കല്ല വേണ്ടത്, കവലയിലിരുന്ന് കാണ്ട്, ബെഞ്ചമിരുന്ന് കാണ്ട്, തലക്കിരുന്ന് കാണ്ട് തോന്നിയ ദിവസം പോലെയല്ല വേണ്ടത്. അല്ലെങ്കിൽ മൗലവിനെ കൊണ്ടുവന്ന് കാണ്ട് ഏകപക്ഷീയമായി എന്തേലും പറഞ്ഞു പോകല്ല വേണ്ടത്. ബക്കറ്റിൽ കാശ് വിടണം. ഇവിടെ സംഘാടകർ ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കീശയിൽ എന്താണോ, കീശയിൽ നിന്ന് വലിക്കുമ്പോൾ എന്താണോ കിട്ടിയത്, അത് ചിലപ്പോൾ 500 നോട്ടായിരിക്കാം, അല്ലെങ്കിൽ 100 നോട്ടായിരിക്കാം. അതിൽ യാതൊരു പണിയും കൂടാതെ ഈ സദസ്സിനെ സഹായിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഓരോ നാണയത്തൊട്ടുകൾക്കും അല്ലാഹു 10 മടങ്ങ് പ്രതിഫലം എനിക്കും നിങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കീശയിൽ എന്താണോ അതോട് വാരിയിരിക്കുക. അല്ല ദൈവം കൊടുക്കാൻ കഴിയൂല എങ്കിൽ കൊടുക്കണ്ട, എങ്കിലും പരമാവധി ഞാനും നിങ്ങളും അള്ളാഹുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവന്റെ റസൂലിന്റെ മദ്ഹാണല്ലോ പറയുന്നത്, അവന്റെ ദീനിന്റെ വസ്തുതകളാണല്ലോ വിശദീകരിക്കപ്പെടുന്നത്, കേൾക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഇടുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് റസൂല് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ ഹദീസ് എവിടെയാ ഉള്ളത്? ഞാൻ ഈ പറഞ്ഞ ഹദീസിന്റെ ബലാബലത്തിൽ എന്തൊക്കെയാ വിമർശനങ്ങളുള്ളത്? ചോദിച്ചു. എന്നെ വെറുതെ വിടരുത് കേട്ടോ. എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്? അവിടുന്ന് പറയുകയാണ്, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. എന്നതിനർത്ഥം എന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നല്ലേ? വഫാത്തി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. എന്നതിനർത്ഥം ഞാൻ മരിച്ചാലും എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ട്. അപ്പൊ ജീവിതകാലത്ത് ഗുണമുണ്ട്, ഇതൊക്കെ. മരിച്ചാലും ഗുണമുണ്ടോ? അതൊരു ചോദ്യ. ആ ചോദ്യത്തിന് അല്ലാഹു റസൂൽ തന്നെ പറയുന്ന മറുപടി എന്താ?
അത് നുണ പറയുന്നതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ കിതാബിന്ന് ശരിക്ക് പകർത്തിയിട്ടാ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, തുഅറദു അലയ്യ അഅ്മാലുക്കും, അല്ലയോ നിങ്ങളുടെ അമലുകളെല്ലാം എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും. ഫമാ കാന മിൻ ഹസൻ, അതിൽ നല്ല അമലുകളുണ്ടെങ്കിൽ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതികീർത്തനം ചെയ്യും. വമാ കാന മിൻ സയ്യിഇൻ, അല്ല അത് ദുഷ്കർമ്മമാണെങ്കിലോ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം അർത്ഥിക്കുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടുള്ളത് ഫമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ അലൈഹി വമാ റഅയ്തു മിൻ ശർരിൻ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും. ഇവിടെ നിങ്ങളെന്ന് മനസ്സിലാക്കി, ഖബറിൽ കിടക്കുന്ന റസൂൽ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ മൈലുള്ളി മൊട്ട എന്ന് പറഞ്ഞ ഈ നാട്ടിൽ നല്ലൊരു ദീനീ സദസ്സാണ് ഇല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിക്കുകയാണോ ചെയ്യുക, നിങ്ങളെ ആക്ഷേപിക്കുകയാണോ ചെയ്യുക? സന്തോഷിക്കുന്നു അല്ലേ? അല്ല, നിങ്ങളിപ്പോ ഇവിടെ ഗാനമേളയാണ് വെച്ചതെങ്കിലോ? ഗാനമേളക്ക് ഉണ്ടാവുമല്ലോ കുറെ ആൾക്കാര് അല്ലെ? ഗാനമേളയിൽ പങ്കെടുക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും, ഇവിടെ പങ്കെടുക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ടാവും. അവിടെ പങ്കെടുക്കുന്ന ചില ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ പങ്കെടുക്കുന്ന ചില ആൾക്കാർ അവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ സാമൂഹിക സ്ഥിതി. ഇവിടെ ഒരു ഗാനമേളാണ്, ഒരു സിനിമാറ്റിക് ഡാൻസ് ആണ് ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? ആലോചിക്കേണ്ടതല്ലേ? അപ്പൊ വഫാത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഒന്നും ചെയ്യുന്നില്ല എന്നാ? അങ്ങനെയാണോ ഞാൻ നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇനി ഞാൻ മറ്റൊരു സംഭവം പറയാം. ഹദീസിന്റെ ബലാബലത്തെ കുറിച്ചൊക്കെ ആർക്കെങ്കിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി നാളെ ഏതെങ്കിലും കുമ്പസാരം കേട്ടിട്ട് മുസ്ലിയാർ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞു നടക്കണ്ട. ഇത് നേർക്കുനേരെയുള്ള വിഷയ, നേർക്കുനേരെയാണ്, സംശയ നിവാരണത്തിനുള്ള തുറന്ന അവസരമാണ്. ഇനി ഇവിടെ മൈക്ക് പെർമിഷൻ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ തൽക്കാലം മൈക്ക് നമുക്ക് ഓഫാക്കാം. നിങ്ങളൊന്ന് അടുത്തേക്ക് വന്നിരുന്നാൽ മതി, പെണ്ണുങ്ങളാ മുന്നിലുള്ള കസേരയിൽ വന്നിരുന്നാൽ മതി. ആണുങ്ങളെ ഭാഗത്ത് വരണ്ട, അവർക്ക് സൗകര്യപ്പെടുത്തിയ സ്ഥലത്ത്. ഞാൻ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗണ്ട് ഇപ്പോൾ എനിക്കുണ്ട്. ഞാൻ എന്റെ ഉച്ചത്തിൽ ഞാനും സംസാരിക്കാം. ചോദിച്ചോളൂ, പറയാം, നിവാരണം തേടിക്കൊള്ളൂ, നൽകാം. വന്നോളൂ, കുഴപ്പമില്ല. വരാതിരുന്നത് കൊണ്ട് ആരെയും ആക്ഷേപിക്കൂല്ലോ, അത് വേറെ കാര്യം. വെന്നിലാച്ചിട്ട് പ്രശ്നമില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു സംഭവം പറയാം. എന്താണ് സംഭവം എന്നല്ലേ? മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് മതത്തിന്റെ പാപ്പരത്വം മനസ്സിലാക്കാൻ, മുജാഹിദ് മതം എന്ന് പറയുന്നത് ഇസ്ലാം മതവുമായി യാതൊരു ബന്ധവുമില്ല. എന്നാ ഹൈന്ദവ മതമെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ, ക്രൈസ്തവ മതമാണെന്ന് നമ്മൾ പറയുന്നില്ല, ജൈന മതമാണെന്ന് നമ്മൾ പറയുന്നില്ല. മുജാഹിദ് മതം ഒരു സ്പെഷ്യലൈസ്ഡ് മതമാണ്, ഒരു സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ട മതമാണ്. ആ മതത്തിന്റെ വാഹകരായ സകല സുഹൃത്തുക്കളും സഹോദരങ്ങളും ഈ പറയുന്നതൊന്ന് കേൾക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ആലോചിക്കണേ. ഇന്ന് രാത്രി കടന്നുറങ്ങുമ്പോൾ നിസ്കാരത്തിന് നിങ്ങൾ നെഞ്ചുമങ്ങനെ കൈയെട്ടിക്കാൻ നിൽക്കുന്നതിന് പകരം രാത്രിയിൽ കടന്നിറങ്ങുമ്പോ നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് നെഞ്ചിലേക്കൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചുകൊണ്ട്, ഒന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട്, ഒന്ന് സ്വയം ആത്മവിചാരണ നടത്തിക്കൊണ്ട് സത്യത്തിന്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം അത് കളഞ്ഞു കുളിക്കല്ലേ സഹോദരാ, അത് കളഞ്ഞു കുളിക്കല്ലേ സഹോദരാ. എന്താണ് ഈ പറയുന്നത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയല്ലേ. സ്വഹാബിന്റെ ചരിത്രം ഞാൻ പറയുന്നത് നീട്ടുന്നില്ല. ആ സഹാബി വഫാത്തിന്റെ ഘട്ടത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. പഠിച്ചോളൂ, കാണാതെ പഠിച്ചോളൂ. നാളെ ഏതെങ്കിലും മുക്കുമൂലയിൽ വെച്ചുകൊണ്ട് വല്ല മുജാഹിദിന്റെ സഹോദരനും നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഇതങ്ങോട്ട് വെച്ചു കൊടുത്തോളൂ. ഒരു മരുന്ന്, ഒരു ഒറ്റമൂലി. ആയുർവേദത്തിൽ ഇത് കിട്ടൂല, അലോപ്പതിയിൽ ഇത് ലഭ്യമല്ല,
ഹോമിയോപ്പതിക്കാരന് ഇത് അറിയില്ല. ഇത് ഇസ്ലാമിന്റെ കിതാബ് പറയുന്ന വിഷയമാണ്. എന്താ പറയുന്നത്? ഫൈദാ ദഫൻതുമൂനി ഫശന്നൂ അലയ്യ തുറാബ ശന്നാ ثم اقيموا حول قبري قدر ما تنهر جزور ويقسم لحمها حتى استئنس بكم ماذا أراجع به رسل ربي. എന്താ അതിന്റെ അർത്ഥം? എന്നെ മറമാടി കഴിഞ്ഞാൽ, എന്റെ മേൽ നിങ്ങൾ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ ചുറ്റിലും നിങ്ങൾ നിൽക്കണം. എത്ര നിൽക്കണം? സംസാരിക്കാൻ പാടില്ല കുട്ടികളോട്ടോ. കുട്ടികളെ സംസാരിക്കല്ലേ, നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. എന്താ പറയുന്നത്? അഖീമൂ ഹൗല ഖബരി ഖദ്റ മാ തുൻഹറു ജസൂറുൻ. ഒരു ഒട്ടകത്തെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം അടർത്തിയെടുത്ത് അത് കഷ്ണമാക്കി അതിന്റെ മാംസം ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ എത്ര സമയമെടുക്കുമോ അത്രയും സമയം എന്റെ ഖബറിങ്കൽ നിങ്ങൾ നിൽക്കണേ. എന്നിട്ട് ഹത്താ അസ്തഇനിസ ബിക്കും, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു സമാധാനമുണ്ടാവാൻ വേണ്ടി. മൂടുകല്ലിന്റെ ചുവട്ടിൽ കൂരിരുട്ടിൽ കിടക്കുന്ന അംറു ബിനുൽ ആസ് തങ്ങൾ പറയുന്നു, ഭൂമിയിലുള്ള നിങ്ങളെ കൊണ്ട് എനിക്കൊരു സമാശ്വാസമുണ്ടാവാൻ. അതെങ്ങനെ പരിപാടി? അതെങ്ങനെയാണ് ആ പരിപാടി? നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? പണ്ട് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മയ്യത്ത് പരിപാലനാണ് ക്ലാസ്. ഖബറിന്റെ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മളെ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കത്ത് വന്നു, ഒരു ചോദ്യം. എന്താ ചോദ്യം? ഈ മുങ്കറുൻ നക്കീർ അലൈഹിസ്സലാം വന്നിട്ട് മയ്യത്തിനെ നീപ്പിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുമ്പോ തല പോയി മുട്ടൂലേ എന്നാക്കി. മൂടുകല്ലുമ്പോ തല പോയി മുട്ടൂലേ? ഒരു ചോദ്യം എന്നോട് വന്ന് തമാശാക്കാൻ വേണ്ടി വന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുത്തു, അത് തല മുട്ടായിരിക്കാനാണ് കുറച്ച് ഉയരത്തിൽ പടുക്കുന്നത് എന്ന് പറഞ്ഞു. അല്ല എന്താ മറുപടി പറയാ? അപ്പൊ ഖബറിൽ കിടക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഖർഖുൽ ആദത്തിന്റെ ലോകമാണ്, അസാധാരണ പ്രതിഭാസങ്ങളുടെ ലോകമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, എന്താ പറയുന്നത്? വഅഅലമ മാദാ ഉറാജിഉ ബിഹി റുസുല റബ്ബീ. അലൈഹിസ്സലാം വന്ന് ചോദിക്കുമ്പോൾ ഞാനെന്തു പ്രതികരിക്കണമെന്ന് എനിക്കറിയാം. എന്താ? അപ്പൊ അവിടെ നിങ്ങൾ ഖബറും പുറത്ത് നിൽക്കണം എന്നാ പറയുന്നത്, പോകാൻ പാടില്ല. നിങ്ങൾ നോക്കുക കിതാബ്, ഈ കിതാബിൽ എന്താ പറയുന്നത്? എന്താണ് ഈ കിതാബിൽ പറയുന്നത്? നിങ്ങൾ നോക്കൂ. ഇതിന്റെ 148-ാമത്തെ പേജിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബുൽ അദ്കാറിന്റെ 148-ാമത്തെ പേജിൽ പറയുകയാണ്, ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞില്ലേ, സകല പണ്ഡിതന്മാരും പറഞ്ഞില്ലേ, ഇസ്തഹബ്ബു അൻ യഖറഉ ഇന്നഹു ശൈഅൻ മിനൽ ഖുർആൻ. ഖബറിൽ വന്നിട്ട് ഖുർആൻ ഓതൽ സുന്നത്താണ്. ഖാലൂ ഫഇൻ ഖതമൽ ഖുർആന കുല്ല, ഖുർആൻ മുഴുവൻ ഖതം തീർക്കുകയാണെങ്കിൽ കാന ഹസനാ, അത് എത്ര നല്ല കാര്യമാണെന്ന് ഷാഫിഈ ഇമാം പറയാണ്. വറുവീനാ ഫീ സുനനിൽ ബൈഹഖി ബിഇസ്നാദിൽ ഹസനിൻ, സ്വീകാര്യമായ പരമ്പരയിലൂടെ ഒരു ഹദീസ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. അന്നബിന ഉമർ, സ്വഹാബിയായ ഇബ്നു ഉമർ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു, ഇസ്തഹബ്ബ അൻ യുഖറഅ അലൽ ഖബ്രി ബഅദ ദഫൻ അവ്വല സൂറത്തിൽ ബഖറത്തി വഖാതിമതഹാ. ഖബറിൽ വന്നുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ ആദ്യാവസാനം പാരായണം ചെയ്യാൻ വേണ്ടി മഹാനായ മുത്തബിഉസ് സുന്ന എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഭിലാഷം പ്രകടിപ്പിക്കുമായിരുന്നു. ഉദാഹരണങ്ങളാ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ. അപ്പൊ അത് ഇബ്നു ഉമർ അല്ലേ? സഹാബിനെ അംഗീകരിക്കാൻ പറ്റൂലാന്നല്ലേ മുജാഹിദ് മതം? സഹാബി അംഗീകരിക്കാൻ പറ്റൂല, അത് ആദ്യം തന്നെ ഇവർ ഇവരുടെ അനുയായികളുടെ മനസ്സിലിട്ട് കൊടുത്തു. ഇതെന്താ ചെയ്യാ? തീർന്നില്ല. ഞാനൊരു സംഭവം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ.
10 മണി വഖഫ് 10 വരെ പറയണേ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ എന്റെ മുഅ്മിനീങ്ങളെ. എന്താണ് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന് 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവിടെ വീടൊരുക്കി കൊടുത്ത അബൂ അയ്യൂബ് അൽ അൻസാരി, നബിക്ക് താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത സ്വഹാബി, ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം, ഖലീഫമാരുടെ വഫാത്തിന് ശേഷം മദീനയുടെ ഭരണസാരഥ്യം നടപ്പിലാക്കിയ മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ ദുഷ്ടമായ ഭരണത്തിൽ മനം നൊന്തുകൊണ്ട് സങ്കടപ്പെടുന്നത് എവിടെയാ സങ്കടപ്പെടുന്നത്? ഞാൻ ആ സംഭവം ചുരുക്കി പറയട്ടെ. ഇത് വെറുതെ പറയല്ല, ഇത് നുണ പറയുകയല്ല, വാസ്തവമാണ് പറയുന്നത്. വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കടന്നു വരാം. നാളെ പോയിട്ട് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അത് നുണ പറഞ്ഞതാണെന്ന് പറയാൻ പറ്റില്ല. അത് മുസ്ലിയാർ വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യമായി ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിർവാഹമില്ല. വ്യക്തമായ ശക്തമായ തെളിവിന്റെ പിൻബലത്തിലാണ് ഇതൊക്കെ പറയുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറയുന്നതെന്താ? അവിടുത്തെ കവിളിനെ ചേർത്ത് വെക്കുകയാണ്. അപ്പോ മദീനയുടെ ഗവർണറായ മർവാൻ പിന്നിൽ നിന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? എന്താ നീ ചെയ്യുന്നതെന്ന് നിനക്കറിയുമോ? മറുപടി എന്താ അറിയോ? എന്താ മറുപടി പറഞ്ഞത്? കേരളത്തിലുള്ള സകല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും നേതൃത്വം മുതൽ അടിത്തട്ട് വരെയുള്ള സർവ്വ ആളുകളും ഒന്ന് മനസ്സിരുത്തിക്കൊണ്ട് ഇതൊന്ന് വായിക്കണേ, ഒന്ന് കേൾക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് പഠിക്കണേ, ഒന്നാലോചിക്കണേ. എന്താ പറഞ്ഞത് അറിയോ? എന്താ പറഞ്ഞത്? ജിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലാ വന്നിട്ടുള്ളത്. നബി തങ്ങൾ ഖബറിലാ, ഞാൻ വന്നത് വലം ആത്തിൽ ഹജർ, ഞാൻ ഈ കല്ലുമ്മലേക്കല്ല വന്നിട്ടുള്ളത്, ഞാൻ വന്നത് പുണ്യ റസൂലിന്റെ അരികിലേക്കാ. എന്തിനാ വന്നതെന്നറിയോ? സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാ തബ്കു അലദ്ദീനി ഇദാ വലിയഹു അഹ്ലുഹു വലാകിൻ ബകു അലൈഹി ഇദാ വലിയഹു ഗൈറു അഹ്ലിഹി. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ കരയണ്ട. അർഹരാണ് അത് കയ്യാളുന്നതെങ്കിൽ. പക്ഷേ അനർഹരായ ദുഷ്ടന്മാർ ദീനിനെ കയ്യാളുന്നൊരു കാലം വന്നാൽ നിങ്ങൾ കരഞ്ഞു കൊള്ളുവിൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടത്തെ ഭരണാധികാരികളുടെ ദുഷ്ടചെയ്തികളെ ഓർത്തുകൊണ്ട് മനം നൊന്തുകൊണ്ട് ഞാൻ വന്നത് ഈ കല്ലുമ്മക്കലല്ല, ഈ കല്ലിന്മേൽ എന്റെ തലവെക്കാനല്ല, പിന്നെയോ ഉള്ളിൽ കിടക്കുന്ന റസൂലിന്റെ അരികിലേക്കാണെന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി. എന്തു പറയാനുണ്ട്? ഇത് ശിർക്കാ? ഇത് ശിർക്കാണോ? സ്വന്തം മനസ്സിന്റെ വേവലാതി, സ്വന്തം മനസ്സിന്റെ വേദന അതൊന്ന് പറയാൻ ഹബീബിന്റെ അരികിൽ ചെന്ന അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന ആ സ്വഹാബിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എന്തു പറയാനുണ്ട്? ശിർക്കാണ്, പ്രാർത്ഥനയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, അതുകൊണ്ട് ഒരാളോടും ദ്വാർക്കരുത്. പടച്ചോനല്ലാത്ത ദ്വാർക്കരുത് എന്ന് പറഞ്ഞാല് സങ്കടം പറയരുത് എന്നാ? എന്താ ദ്വാ പറഞ്ഞാല്? ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ, ഇവിടത്തെ ഈ സദസ്സ് ആരംഭിച്ചപ്പോ ഒന്നരായ ഉസ്താദ് ദ്വാർന്നപ്പോ നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉംറക്ക് പോവുകയാണെങ്കിൽ, ഒരാൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ നിങ്ങൾ പറയൂലേ ദ്വാർക്കണം കേട്ടോ എന്ന് പറയാറില്ലേ? എന്താ ദ്വാ? എന്താന്നറിയില്ല? നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോ ഉമ്മാനോട് പറയില്ലേ, ഉമ്മ എനിക്ക് കഞ്ഞി വേണമെന്ന് പറയാറില്ലേ? ആ പറയാറുണ്ട്. എന്താ കഞ്ഞി? കഞ്ഞി എന്താണെന്നറിയില്ലേ? ഉമ്മ എനിക്ക് ചോറ് വേണമെന്ന് പറയാറില്ലേ? എന്താ ചോറ്? ചോറെന്താണെന്നറിയില്ലേ?
എന്നാ സഹോദര എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താ ദുആ? എന്താ ദുആ? എന്താ ഇവിടുത്തെ മുജാഹിദുകൾ നടത്തിയ അട്ടിമറി? ഞാനതിന്റെ രേഖകളൊക്കെ വായിക്കേണ്ട ആവശ്യമില്ല. ഇവര് പറഞ്ഞ അട്ടിമറി എന്താ അറിയോ? ഒറ്റ ഉദാഹരണം പറയാം. സംവാദത്തിന് ഞങ്ങൾ ചോദിച്ച ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇതിന് 47-ാമത്തെ പേജ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എന്തായി പറയുന്നത്? ഇതിൽ പറയാ, സാധാരണയുടെ പരിധി വിട്ട് കഴിവിനതീതമായ കാര്യങ്ങളിൽ സൃഷ്ടികളോട് തേടുന്നതാണ് പ്രാർത്ഥന. മുജാഹിദ് എഴുതി വെച്ചത് അങ്ങനെയാണോ ദുആ? ഇതാണ് ദുആ എന്ന് ഒരു കള്ളവാദം അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ പടച്ചുണ്ടാക്കി കെട്ടിവെച്ച ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട ഒരു മതമല്ലേ മുജാഹിദ് മതം? അത് ഇസ്ലാം മതവുമായി ബന്ധമില്ല, അല്ലാഹുവിന്റെ ദീനുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ നോക്കൂ സഹോദരനെ. അതേസമയത്ത് ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ത്വലബുൽ അബ്ദി ലിറബ്ബിഹി ഹവായിജഹു. ഒരു അടിമയായ മനുഷ്യൻ, ഒരു അടിമ ഉടമയായ റബ്ബിനോട് നടത്തുന്ന അപേക്ഷയാണ് ദുആ. സംശയം? ഇന്നിവിടെ ഈ മഹത്തായ പരിപാടിയുടെ സമാരംഭത്തിന് ഈ സ്റ്റേജിൽ നിന്ന് വന്യരായ ഉസ്താദ് ദുആ ചെയ്തപ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? എന്താണത്? അടിമകളായ നിങ്ങൾ ഉടമയായ യജമാനനായ റബ്ബിനോട് നടത്തിയ അപേക്ഷയല്ലേ? അതാ ദുആ. അതാണോ ദുആ? അത് തന്നെയാ ദുആ. അതെവിടെയാ പറഞ്ഞിട്ടുള്ളത്? അത് ഇന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം, ചോദിച്ചോളൂ. എന്നാൽ ആ പുസ്തകത്തിൽ എന്താണ് എഴുതിയത്? അസാധാരണമായ രൂപത്തിൽ സൃഷ്ടികളോട് നടത്തുന്ന അപേക്ഷയാണ് ദുആ എന്ന നിർവചനം ഈ പുസ്തകത്തിൽ സുന്നികളുടെ തൗഹീദ് അചഞ്ചലമോ എന്ന പുസ്തകത്തിൽ MPA ഖാദർ കരുവമ്പയിൽ എഴുതിയത് KNM പബ്ലിഷിംഗ് വിങ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ 47-ാമത്തെ പേജിലെ വരികൾ ഏതു കിതാബിലുണ്ട്? പറയാൻ കഴിയും? കുമ്പസരിച്ചിട്ട് കാര്യമില്ല. നേർക്കുനേരെ സംസാരിക്കണം. പറയാൻ കഴിയുകയില്ല. നിങ്ങൾ നോക്കൂ, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരുപാട് കിതാബുകളുണ്ട്. ഉദാഹരണം മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഇസാബ ഫി തംയീദ് സഹാബ, മഹാനായ ഇബ്നു അബ്ദുൽ ബർറിന്റെ അൽ ഇസ്തിആബ് തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ കേൾക്കണേ. എന്താ അറിയോ? അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളെപ്പറ്റി മഹാനായ ശാഫിഈ ഇമാമിന്റെ ഉസ്താദായ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രഗത്ഭനായ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യേകം പ്രസ്താവിക്കപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ബലഗനി, എനിക്കിതാ വിവരം വന്നിരിക്കുന്നു, അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ ഖബറില്ലേ, അത് തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നാട്ടിലാണ്. ആ ഖബറിടം എന്ന് പറയുന്നത് ആ നാട്ടുകാർക്ക് ഒരു വിപത്ത് വരുമ്പോൾ, ഒരു വരൾച്ച വരുമ്പോൾ കാവലാതി പറയാൻ, സങ്കടം പറയാനുള്ള കേന്ദ്രമാണെന്ന വിവരം എനിക്ക് ലഭ്യമായിരിക്കുന്നു. ആരാ പറയുന്നത്? മാലിക് ഇബ്നു അനസ്. മുജാഹിദിന്റെ വാദപ്രകാരം അവിടെ എന്ത് കൂട്ടിക്കൊടുക്കണം? പക്ഷേ അത് ചുരുക്കാകുന്നു. എന്തേ മാലിക് ഇബ്നു അനസ് പറയായിരുന്നത്? ഞാനൊരു സംഭവം കൂടി പറയട്ടെ. ബദരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിയല്ലേ ഉഖബത്ത് ബിൻ ആമിർ? അല്ലേ, ബദരീങ്ങളുടെ പെട്ട ഒരു സ്വഹാബിയല്ലേ ഉഖബത്ത് ബിൻ ആമിർ? ആ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിൽ നിന്ന് 7 ദിവസം നടന്നാൽ മാത്രം എത്തിപ്പെടാൻ കഴിയുന്ന അതിവിദൂരമായ സ്ഥലത്തേക്ക് ഉമർ റളിയല്ലാഹുവിന്റെ പ്രതിനിധിയായി അവിടെ കാര്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. 7 ദിവസം കൊണ്ടാ മദീനയിലേക്ക് വരാൻ പറ്റുക. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് നടക്കാനുള്ള വിഷമം കാരണത്താൽ പുണ്യ റസൂലിന്റെ ഖബറിൽ വരികയാണ്. എന്നിട്ട് റസൂലിന്റെ ശഫാഅത്ത് അതാ അപേക്ഷിക്കുന്നു.
അതിനുശേഷം ആ നാട്ടിലേക്ക് പോകുന്നു. 7 ദിവസം കൊണ്ട് നടന്നെത്തേണ്ടുന്ന നാട്ടിലേക്ക് 2 ചില്ലാനം ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ടവർ എത്തിപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാ. വെറുതെ നോണറിയല്ല, എവിടെയാണുള്ളതെന്ന് ചപ്പൻ കാണിച്ചു. മഹാനായ ഇമാം നവവി അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതല്ലേ. ഇങ്ങനെ ഇനി ഞാൻ പ്രസംഗം നിർത്തുകയാണ്. സുബഹിക്ക് ഖുനൂത്ത് ഓതുക. നമ്മൾ നോണുണ്ടാക്കിയതാ? നിസ്കാരത്തിന് കൂട്ടുപ്രാർത്ഥന ദീനിൽ കടത്തി കൂട്ടിയതാ? അല്ലെങ്കിൽ നെഞ്ചിന് താഴെ കൈകെട്ടുക നിസ്കാരത്തിന് നോണേ? അതല്ലെങ്കിൽ എന്തൊക്കെയുള്ളത്? മൗലൂദ് ചെല്ലുക നോണയാണോ? അതല്ലെങ്കിൽ എന്തൊക്കെയാണോ അവർ നമ്മൾ നല്ല തർക്കം? ഏത് തർക്കവും നിങ്ങൾ തോളി, അതെല്ലാം തന്നെ അതിന്റെ രജിസ്റ്റർ നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കാം. എന്താണ് അതിന്റെ അവസ്ഥ, എന്താണ് അതിന്റെ കാര്യം? അപ്പൊ മഹാന്മാരോട് മറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുക, അത് ചെറുക്ക. മഹാന്മാരോട് മറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി സമീപിക്കൽ ശിർക്കാണ് എന്ന് സകല മുജാഹിദീങ്ങളുടെയും ആചാര്യനായ കുന്നീദ് മൗലവി അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിന്റെ 3 സ്ഥലങ്ങൾ തലവാചകമായി കൊടുത്തുകൊണ്ട് വിശദീകരിക്കുകയാണ്. പേരാമ്പറയിൽ ഞങ്ങൾ ചോദിച്ചു സംവാദത്തിന്, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ നബിയെ സമീപിച്ചുകൊണ്ട് പറയുന്നു, നബിയേ അയ്യുനാ അസ്റഉ ബിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം അങ്ങ് വഫാത്തായതിനു ശേഷം മരിക്കുക? അല്ലാഹുവിന്റെ റസൂൽ പറയാം, നിങ്ങളുടെ കൂട്ടത്തിൽ സദഖ വർദ്ധിപ്പിക്കുന്ന പെണ്ണാരാണോ അവരാണ് ആദ്യം മരിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ശിർക്ക? മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ മഹാനെ സമീപിക്കൽ ശിർക്കാണെങ്കിൽ ഇത് ശിർക്കാവുണ്ട്. ഈ ഹദീസ് എവിടെയുള്ളത്? ബുഖാരിയിലുള്ളതല്ലേ? എന്തി അതിനെ ഖണ്ഡിക്കാൻ സാധിക്കാതില്ല? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുജാഹിദ് മതം അത് ബിദ്അത്തിന്റെ മതമാണ്, പുത്തൻ വാദമാണ്. അതിന്റെ ചെറുതായ വാദങ്ങൾ എടുത്താലും പുത്തൻ വാദമാണ്, വലിയ വാദമാണെങ്കിലും പുത്തൻ വാദമാണ്, സകല വാദങ്ങളും പുത്തൻ വാദമാണ്. എന്നടിസ്ഥാനത്തിൽ അത് ഇസ്ലാം മതത്തിന്റെ അവാന്തര മതമാണ്, ഇസ്ലാം മതത്തിലെ സമാന്തര മതമാണ്, ഇസ്ലാം മതത്തിലെ പിഴച്ച മതമാണ് എന്ന് മാത്രമാണ് എന്റെ പ്രസംഗത്തിന്റെ ആകത്തുകയായിട്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ കൊടുക്കം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വളഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, എന്നെ വെറുതെ വിടണ്ട എന്ന് ഞാൻ അനവധി തവണ ഞാൻ പറയുകയുണ്ടായി. പക്ഷേ ഒറ്റ സുഹൃത്തുക്കളും ആ നിലക്കുള്ള ഒരു ശ്രമം നടത്താൻ തയ്യാറാവാത്തത് തെളിവുകൾ, യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിലെ സത്യസന്ധത നമ്മുടെ പിൻബലമായിട്ടുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടതിനാലാവാം ആണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ചോദ്യമായിട്ട് എഴുത്തിലൂടെ വന്നത് മുജാഹിദിനോട് സലാം പറയുന്നതിന്റെ വിധി ഞാൻ പറഞ്ഞല്ലോ, അവർ ബിദ്അത്തിന്റെ ആൾക്കാരാണ്, അവർ കാഫിറാണെന്ന് നമ്മൾ പറയേണ്ട, അങ്ങനെ നമ്മൾ ഉലമാവ് പറഞ്ഞിട്ടില്ല. മറിച്ച് അവര് ബിദ്അത്തിന്റെ അഹ്ലുകാരാണ്. ബിദ്അത്തിന്റെ അഹ്ലുകാർ അവരോട് സലാം പറയാൻ പാടില്ല. അവരിങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കും വേണ്ട. മനസ്സിലായി? കാരണം എന്തുകൊണ്ട്? നമ്മളെ ഈ കോലത്തിൽ നമ്മളെ നരകത്തിലേക്ക്, നമ്മളെ വാപ്പാരെ നരകത്തിലേക്ക്, നമ്മളെ വല്ലിപ്പാരെയും വല്ലിമാരെയൊക്കെ നരകത്തിന്റെ ആൾക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഈ പ്രവണതക്കാരെ സലാം കൊണ്ട് അഭിസംബോധനം ചെയ്യേണ്ട ഏർപ്പാട് നമ്മൾ നടത്തണ്ട. അല്ലാത്ത കുശലാന്വേഷണങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സന്ദർഭത്തിൽ ചെയ്യാനേ ചെയ്തു എന്നല്ലാതെ സലാം എന്ന ഇബാദത്ത് കൈമാറാനുള്ള ഒരു തീമല്ല എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അത് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ, പ്രത്യേകിച്ച് ഈ കിതാബിൽ തന്നെ ഞാൻ ഉയർത്തിപ്പിടിച്ച അൽ അദ്കാർ എന്ന ഇമാം നവവിയുടെ ഈ കിതാബിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നീണ്ട വിശദീകരണം സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിനെ തന്നെ എടുത്തുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ അതൊന്നും തന്നെ നീണ്ട വിശദീകരണം നൽകുന്നില്ല. തന്നെ രണ്ടാമതായിട്ട് ഇവിടെ വന്നത് അത്തഹിയാത്തിൽ വിരലനക്കുന്നതിനെ ഉസ്താദ് വിമർശിച്ചു. എന്നാൽ സിംസാറുൽ ഹഖിന്റെ പ്രഭാഷണത്തിൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പറയുന്ന ഹദീസ് ഗ്രന്ഥവും വാല്യവും മനസ്സിലാവുന്നില്ല, വ്യക്തമായി പറയുക. അതേതാണ്?
മനസ്സിലാവാത്ത ഹദീസുകൾ? ഏത് ഹദീസ് ഗ്രന്ഥത്തെ കുറിച്ചാണോ മനസ്സിലാവാത്തത്? ഏത് ഹദീസിനെ പറ്റി പറഞ്ഞ ഗ്രന്ഥമാണ് മനസ്സിലാവാത്തത്? അതും കൂടി എഴുതി വരികയാണെങ്കിൽ ഏത് ഹദീസ്? ഞാൻ ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാവില്ല. ഏത് ഹദീസാണ് മനസ്സിലാവാത്തത്? അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ ഹദീസാണോ? പറയാം, അത് ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഹദീസ് ഹാക്കിം മുസ്തദ്റക്കിൽ പറഞ്ഞത് അത് ചപ്പടാച്ചി ഹദീസാണ് നോക്കേണ്ടത്. സ്വഹീഹുൻ. ഹാഫിദ് ദഹബി തൽഖീസിൽ പറയുകയാണ് സ്വഹീഹുൻ. ആ ഹദീസ് ഒന്ന് തള്ളിക്കിട്ടാൻ വേണ്ടി മുജാഹിദുകളുടെ, പ്രത്യേകിച്ച് സക്കരിയ സ്വലാഹിയുടെ ആത്മീയ ആചാര്യനായ അന്തരിച്ച സാക്ഷാൽ നാസിറുദ്ദീൻ അൽബാനി അയാളെ കിതാബിൽ പഠിച്ച കളിയും കളിച്ചിട്ടുണ്ട്. നടക്കൂല കേട്ടോ. ഹദീസിനൊന്ന് തള്ളിക്കിട്ടാൻ വേണ്ടി നാസിറുദ്ദീൻ അൽബാനി പല കളികളും കളിക്കുന്നുണ്ട്. നടക്കൂല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഗവേഷണ തൃഷ്ണയുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ, പണ്ഡിത വിദ്യാർത്ഥികളുടെ മുമ്പിൽ അൽബാനിയുടെ കളി നടക്കില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപക്ഷെ ഈ സദസ്സിൽ അൽബാനി എന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം കേട്ട പല മുജാഹിദ് സുഹൃത്തുക്കളുണ്ട്. അവര് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നടക്കില്ല. ഇനി ഏത് ഹദീസിനെ പറ്റിയാ പറയേണ്ടത്? ഉഖ്ബത്ത് ബിൻ ആമിറിന്റെ സംഭവം എവിടെയുള്ളത് എന്നല്ലേ ഇമാം നബവി തങ്ങൾ തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഉഖ്ബത്ത് ബിൻ ആമിർ എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. ഐനിന്റെ ഭാഗത്ത് നോക്കിയാൽ മതി. ഇനി ഏതാ ഹദീസാണ് കിട്ടാത്തത്? ഏതാ അവ്യക്തത ഉള്ളത്? ഒന്ന് പറയൂ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യണം. വരുന്ന പറയാം. പക്ഷെ ഇത് അതിന്റെ ഹദീസല്ലേ, കാരണം അടിയിൽ അണ്ടർലൈൻ വെള്ളത്തിന് ഹദീസ് പറഞ്ഞില്ലേ? പറയണോ? ഇല്ല. അത്തഹിയ്യാത്തിൽ വിരലെടുക്കുന്നതിനെ ഉസ്താദ് വിമർശിച്ചു. എന്നാൽ സിംസാറുൽ ഹക്കിന്റെ പ്രഭാഷണത്തിൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. സിംസാറുൽ ഹക്കിന്റെ പ്രഭാഷണത്തിൽ സുന്നത്താണെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെയാണ് കേട്ടത്? ആ കേട്ട ക്ലിപ്പിങ്ങിൽ കേൾപ്പിക്കണം. കാരണം അത് അങ്ങനെ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് അതിന് അപ്പുറം പറഞ്ഞിട്ടുണ്ടോ അപ്പുറം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ നോക്കണ്ടല്ലോ അല്ലേ? പിന്നെ ഈ എഴുതിയ ആളെ പേരുമില്ല. മുജാഹിദുകൾ ചോദ്യം എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റ്. അപ്പൊ ഇത് എഴുതിയ ആളെ പേരും കൂടി ഇല്ല. പിന്നെ നമ്മളെന്തിനാണ് പറഞ്ഞത്? നമ്മളെ ഫിഖിന്റെ കിതാബ് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കൻദുർ റാഹിബിൻ എന്ന ഗ്രന്ഥത്തിന്റെ 1ാമത്തെ വാല്യത്തിൽ തന്നെ നിസ്കാരത്തിന്റെ അധ്യായത്തിൽ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കും, നല്ലോണം ശ്രദ്ധിക്കും. ഇമാം ബൈഹഖി തങ്ങൾ തന്റെ സുനനിൽ ഉദ്ധരിച്ച 2 ഹദീസുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തഹിയ്യാത്ത് ഓതുമ്പോ കൈയെങ്ങനെ ചലിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ കൈ ചലിപ്പിക്കാറില്ല എന്നും ഹദീസുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആകെ നട്ടം തിരിഞ്ഞില്ലേ? എന്താ ചെയ്യാ? അതിന് ഞാനും നിങ്ങളും അല്ല ഹദീസ് നോക്കേണ്ടത്. ഇങ്ങനെ 2 ഹദീസ് വരുമ്പോ എങ്ങനെയാ മസ്അല പറയേണ്ടത് എന്നുള്ളതിന് അതിന് ഉസൂൽ എന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തെ ആവിഷ്കരിക്കാനുള്ള മഹാപാണ്ഡിത്യവും മഹാ അറിവുമുള്ള യോഗ്യരായ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളാണ് അതിന് മസ്അല പറയുന്നത്. അവര് മസ്അല പറയുന്നത്, അവരാ മസ്അല പറയേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രദ്ധിക്ക് പറയുന്നത് ശ്രദ്ധിക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്ന് മൂത്രയിക്കരുത്. എന്താ റസൂൽ പറഞ്ഞത്? നിന്ന് മൂത്രയിക്കരുത്. അതേ റസൂൽ തന്നെ നിന്ന് മൂത്രയിച്ചിട്ടില്ലേ? അതേ റസൂൽ തന്നെ നിന്ന് മൂത്രയിച്ചത് ഹദീസിലുണ്ട്. നമ്മളെന്താ വലിയുണ്ട്? നിന്ന് മൂത്രയിക്കാറുണ്ട്. നബി തങ്ങളുടെ നിർദ്ദേശവും നബി തങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിരു കണ്ടാൽ എന്ത് ചെയ്യണം? നമ്മളെന്താ അമലിയേണ്ടത്? നമ്മളോടെന്താ നബി പറഞ്ഞത്? അതാ അമലിയേണ്ടത്. അപ്പൊ നബി ചെയ്തതോ? അത് അതിൻ്റെതായ പല കാരണങ്ങളുണ്ട് എന്നതുപോലെ. മറ്റൊരു സംഭവം ഞാൻ പറയാം. നബി പറയാണ്, പെണ്ണുങ്ങളെ വീട്ടിൽ നിസ്കരിച്ചോളി.
അപ്പൊ നബിന്റെ പള്ളിയിൽ തന്നെ അന്നത്തെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചതായിട്ടും കാണുന്നു. അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ എന്താ കാണുന്നത്? നബി പറഞ്ഞ അതാണോ ജീവിതത്തിൽ പകർത്തേണ്ടത്, അതോ ആ പെണ്ണുങ്ങൾ നിസ്കരിച്ച അതാണോ നോക്കേണ്ടത്? ഏതാ നോക്കേണ്ടത്? പെണ്ണുങ്ങൾ നിസ്കരിച്ചത് അത് അതിൻ്റെതായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇമാമിങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരുടേതായ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. നബിയുടെ നിർദ്ദേശത്തെ മാനിക്കുകയാണ് നമ്മൾ വേണ്ടത്. എന്നതുപോലെ വിരല് ചലിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്, എന്നാ ചലിപ്പിച്ചില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് നബിയുമായിട്ട് കൂടുതൽ അടുപ്പം ആർക്കാണ് പരിശോധിക്കണം. ഈ ഹദീസിന്റെ ബലാബലത്തിൽ ഒന്നാമത് പറഞ്ഞതിനാണോ കൂടുതൽ പ്രാമുഖ്യമുള്ളത്, അതോ രണ്ടാമത് പറഞ്ഞതിനാണോ പരിശോധിക്കണം. ഇതെല്ലാം പരിശോധിച്ചിട്ട് അവസാനമേ തീർപ്പ് പറയാൻ പറ്റുള്ളൂ. ആ തീർപ്പ് എന്താണ്? ചലിപ്പിക്കണ്ടാണ്. പിന്നെ ഇവിടെ ചലിപ്പിച്ചു എന്ന് പറഞ്ഞതോ അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചലണ്ടായില്ലേ, അതാ ചലിപ്പിച്ചു. അപ്പൊ ചലിപ്പിച്ചു എന്ന് പറഞ്ഞത് ഹംസ ചൊല്ലുമ്പോഴുള്ളതാണ്. ചലിപ്പിച്ചില്ല എന്ന് പറഞ്ഞതോ ചലിപ്പിച്ചില്ല എന്ന് പറഞ്ഞത് അല്ലാത്തതുമാണ് എന്നാര് പറയാണ്? ആരാ പറയുന്നത്? ഈ ഹദീസുകളെ എല്ലാം സംയോജിപ്പിച്ചതിന്റെ പഠനങ്ങൾ മുഴുവൻ നടത്തിയ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കൻസുർ റാഗിബീനിന്റെ 1-ാമത്തെ വാല്യത്തിലെ നിസ്കാരത്തിന്റെ അധ്യായത്തിൽ ഈ മസ്അല പറയുന്ന സ്ഥലത്ത് ഇത് കൃത്യമായി പറയുന്നു. നമ്മളെ കൂട്ടർ എന്ത് ചെയ്യുന്നറിയോ? ഒരു ഹദീസാണ് കാണുമ്പോ വലിയ എല്ലാം ആലിമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ അമലിയും. അപ്പൊ ബഹുമാനനായ ലോക പ്രശസ്തനായ സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ എന്തു പറഞ്ഞു എന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചും മറ്റൊരാള് ഇവിടെ വന്ന് പറയുമ്പോൾ അതെന്താണ് ഏതാണെന്ന് ഈ 2 ചെവികൾ കൊണ്ട് കേൾക്കാതെ ഞാനൊന്നും പറയില്ല. സിംസാറുൽ ഹഖ് ഉദവി നമ്മളെ മാതിരിയല്ല, ലോക പ്രശസ്തനായ പ്രഭാഷകനാണ്, ലോക പ്രശസ്തനായ ഇസ്ലാമിക ദാഇയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹം ഇസ്ലാമിക ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞു എന്നറിയാതെ, അത് കേൾക്കാതെ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം പറയുക എന്നുള്ളത് ഈ 2 ചെവികളും അതിന് കേൾക്കാതെ ഈ നാവ് മിണ്ടൂല. അതിന്റെ അപ്പുറം ഫുള്ളുണ്ടോ? ഫുള്ളുണ്ടെങ്കിൽ കിട്ടാൻ മതി. ഫുള്ളുണ്ടെങ്കിൽ കിട്ടാൻ മതി. ഫുള്ളുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ ആ പ്രഭാഷണം ഫുള്ള് കേൾപ്പിക്കാൻ കഴിയും. ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ ഈ കണ്ണി കണ്ട ആൾക്കാർ ചെയ്യുന്നതൊന്നും ഇവിടെ കൊണ്ടുവരും. മനസ്സിലായില്ലേ? വാട്സപ്പോ ഫേസ്ബുക്കോ ഏത് പോത്താമ്പിക്കും വാട്സപ്പ് ഉണ്ടാക്കാം. ഏത് പോത്താമ്പിക്കും ഞാനൊരു വാട്സപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്നും വലിയ ബുദ്ധിമല്ല. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഏത് പോത്താമ്പിക്കും ഉണ്ടാക്കാം. അതിനൊന്നും വലിയ കാര്യമില്ല. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലുള്ള റിയാക്ഷനുകളും പ്രതികരണങ്ങളും അതൊന്നുമല്ല മാനദണ്ഡം. നേർക്കുനേരെ ആ പ്രസംഗത്തിന്റെ മുഴുവൻ കോപ്പി എന്നിട്ട് ആ 2 ചെവികളെ കൊണ്ട് ഞാനത് ഫുള്ള് കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കും. ഞാൻ അപ്പം സിംസാറിലൊക്കെ ഉദവിക്ക് വിളിക്കും. നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞു? എനിക്ക് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്, എല്ലാ സംവിധാനവും. ഞാൻ ടെലിഫോൺ ചെയ്താൽ അദ്ദേഹം എന്നെ ടെലിഫോൺ എടുക്കും ചെയ്യും. ഞാൻ വിശദീകരണം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം എനിക്ക് വിശദീകരണം നൽകും ചെയ്യും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അവിടുന്ന് ഇവിടുന്ന് മുറിച്ച കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. നേർക്കുനേരെ കൃത്യമായി വ്യക്തമായ വിശദീകരണത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബാറത്തുകളും കിതാബുകളും വെച്ചുകൊണ്ടുള്ള ചർച്ച. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി കാര്യങ്ങളൊന്നും പറയാനില്ല. ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി വസല്ലിം. ഇൻഷാ അല്ലാഹ് സ്ഥല സൗകര്യവും അതുപോലെ ഭക്ഷണവും ഒരുക്കിയ സലാം എന്ന വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഈ സദസ്സിനോട്